തിരുവിതാംകൂർ രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട ഇന്നത്തെ വീഡിയോയിൽ ആയില്യം തിരുനാൾ രാമവർമ്മ. ആയില്യം തിരുനാൾ രാമവർമ്മ തിരുവിതാംകൂറിലെ പുരോഗമനാത്മകമായ ഭരണത്തിന് കൈസർ-ഇ-ഹിന്ദ് എന്ന പദവി ലഭിച്ച രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. തിരുവിതാംകൂറിലെ പുരോഗമനാത്മകമായ ഭരണത്തിന് കൈസർ-ഇ-ഹിന്ദ് എന്ന പദവി ലഭിച്ച രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. തിരുവിതാംകൂറിന് ഇദ്ദേഹത്തിന്റെ കാലത്ത് മാതൃകാ സംസ്ഥാനം എന്ന പദവി ലഭിച്ചു. തിരുവിതാംകൂറിന് ഇദ്ദേഹത്തിന്റെ കാലത്ത് മാതൃകാ സംസ്ഥാനം എന്ന പദവി ലഭിച്ചു. തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന പണ്ടാരപ്പാട്ട വിളംബരം 1865 പുറപ്പെടുവിച്ചത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന പണ്ടാരപ്പാട്ട വിളംബരം 1865 പുറപ്പെടുവിച്ചത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. ഇതുവഴി കുടിയാന് സർക്കാർ പാട്ടവസ്തുക്കളുടെ മേൽ അവകാശം സ്ഥിരപ്പെടുത്തി കൊടുത്തു. പണ്ടാരപ്പാട്ട വിളംബരം വഴി കുടിയാന് സർക്കാർ പാട്ടവസ്തുക്കളുടെ മേൽ അവകാശം സ്ഥിരപ്പെടുത്തി കൊടുത്തു. ജീവനക്കാർക്ക് വാക്സിനേഷൻ ഏർപ്പെടുത്തിയ തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാൾ രാമവർമ്മയാണ്. സർക്കാർ ജീവനക്കാർക്ക് വാക്സിനേഷൻ ഏർപ്പെടുത്തിയ തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാൾ രാമവർമ്മയാണ്. വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും മഹാരാജ എന്ന പദവി നേടിയ തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാൾ രാമവർമ്മയാണ്. വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും മഹാരാജ എന്ന പദവിയിൽ നേടിയ തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. പദവി ലഭിച്ച വർഷം 1866. 1867 ജന്മി കുടിയാൻ വിളംബരം അഥവാ കാണാപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചതും ആയില്യം തിരുനാൾ രാമവർമ്മയാണ്. 1867 ജന്മി കുടിയാൻ വിളംബരം അഥവാ കാണാപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ്. സന്ദിഷ്ടവാദി പത്രം കണ്ടുകെട്ടിയ കാലത്തെ തിരുവിതാംകൂർ രാജാവും ഇദ്ദേഹമായിരുന്നു. സന്ദിഷ്ടവാദി പത്രം കണ്ടുകെട്ടിയ കാലത്തെ തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാൾ രാമവർമ്മയായിരുന്നു. ആദ്യമായി തിരുവിതാംകൂർ കണ്ടുകെട്ടിയ പത്രമാണ് സന്ദിഷ്ടവാദി. തിരുവിതാംകൂറിൽ ആദ്യമായി കണ്ടുകെട്ടിയ പത്രമാണ് സന്ദിഷ്ടവാദി. കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ തടവിലാക്കിയ സമയത്തെ തിരുവിതാംകൂർ രാജാവും ആയില്യം തിരുനാളായിരുന്നു. കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ തടവിലാക്കിയ സമയത്തെ തിരുവിതാംകൂർ രാജാവും ആയില്യം തിരുനാൾ രാമവർമ്മയായിരുന്നു. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരം പണികഴിപ്പിച്ചത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരം പണികഴിപ്പിച്ചത് ആയില്യം തിരുനാളിന്റെ കാലത്താണ്. സെക്രട്ടേറിയറ്റിന്റെ ശില്പി വില്യം ബാർട്ടനും ഇതിന്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത് ദിവാനായിരുന്ന ടി മാധവറാവുമായിരുന്നു. സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പി വില്യം ബാർട്ടനും നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത് ദിവാനായിരുന്ന ടി മാധവറാവുവും ആയിരുന്നു. സർക്കാർ അഞ്ചൽ ജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് ആയില്യം തിരുനാളിന്റെ കാലത്താണ്. സർക്കാർ അഞ്ചൽ ജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് ആയില്യം തിരുനാളിന്റെ കാലത്താണ്. വർഷം 1861. 1861 കേരളത്തിലെ ആദ്യ ജനറൽ ആശുപത്രി, മാനസികാരോഗ്യ ആശുപത്രി, പുത്തൻ കച്ചേരി എന്നിവ സ്ഥാപിച്ചത് ആയില്യം തിരുനാളിന്റെ കാലത്താണ്. കേരളത്തിലെ ആദ്യ ജനറൽ ആശുപത്രി, മാനസികാരോഗ്യ ആശുപത്രി, പുത്തൻ കച്ചേരി എന്നിവ സ്ഥാപിച്ചത് ആയില്യം തിരുനാളിന്റെ കാലത്താണ്. ആലപ്പുഴയിലെ വിളക്കുമാടം, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, ആർട്സ് കോളേജ്, ലോ കോളേജ് എന്നിവയും സ്ഥാപിച്ചത് ആയില്യം തിരുനാളിന്റെ കാലത്താണ്. ആയില്യം തിരുനാളിന്റെ കാലത്ത് സ്ഥാപിച്ചവയാണ് ആലപ്പുഴയിലെ വിളക്കുമാടം, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, ആർട്സ് കോളേജ്, ലോ കോളേജ് എന്നിവ. പുനലൂർ തൂക്കുപാലം, വർക്കല തുരങ്കം, ശംഖുമുഖം കൊട്ടാരം എന്നിവ പണികഴിപ്പിച്ച സമയത്തെ രാജാവും ആയില്യം തിരുനാളായിരുന്നു. പുനലൂർ തൂക്കുപാലം, വർക്കല തുരങ്കം, ശംഖുമുഖം കൊട്ടാരം എന്നിവ പണികഴിപ്പിച്ച സമയത്തെ രാജാവും ആയില്യം തിരുനാൾ രാമവർമ്മയാണ്. വർക്കല തുരങ്കം, ശംഖുമുഖം കൊട്ടാരം എന്നിവ പണികഴിപ്പിച്ചത് ആയില്യം തിരുനാളിന്റെ ദിവാനായിരുന്ന ശേഷയ്യ ശാസ്ത്രികളാണ്. വർക്കല തുരങ്കം, ശംഖുമുഖം കൊട്ടാരം എന്നിവ പണികഴിപ്പിച്ച സമയത്തെ ദിവാൻ ആയില്യം തിരുനാളിന്റെ ദിവാനായിരുന്ന ശേഷയ്യ ശാസ്ത്രികളാണ്. തിരുവിതാംകൂറിലെ ആദ്യ ക്രമീകൃത സെൻസസ് നടന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാളാണ്. തിരുവിതാംകൂറിലെ ആദ്യ ക്രമീകൃത സെൻസസ് നടന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവും ആയില്യം തിരുനാളാണ്. ആദ്യ ക്രമീകൃത സെൻസസ് നടന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവും ആയില്യം തിരുനാളാണ്. മലയാള നാടകത്തിന് തുടക്കം കുറിച്ചത് ആയില്യം തിരുനാളിന്റെ ശാകുന്തളം പരിഭാഷയോട് കൂടിയാണ്. മലയാള നാടകത്തിന് തുടക്കം കുറിച്ചത് ആയില്യം തിരുനാളിന്റെ
ശാകുന്തളം പരിഭാഷയോട് കൂടിയാണ്. കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ അധ്യക്ഷനാക്കി പാഠപുസ്തക കമ്മിറ്റി രൂപീകരിച്ച ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ. കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ അധ്യക്ഷനാക്കി പാഠപുസ്തക കമ്മിറ്റി രൂപീകരിച്ച ഭരണാധികാരിയായിരുന്നു ആയില്യം തിരുനാൾ. കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ ഹരിപ്പാട് തടവിലാക്കിയ ഭരണാധികാരിയും ആയില്യം തിരുനാളാണ്. കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ ഹരിപ്പാട് തടവിലാക്കിയ ഭരണാധികാരിയും ആയില്യം തിരുനാളാണ്. ഒന്നുകൂടി നോക്കാം. തിരുവിതാംകൂറിലെ പുരോഗമനാത്മകമായ ഭരണത്തിന് കൈസർ ഇ ഹിന്ദി എന്ന പദവി ലഭിച്ച തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ. തിരുവിതാംകൂറിന് ഇദ്ദേഹത്തിന്റെ കാലത്ത് മാതൃകാ സംസ്ഥാനം എന്ന പദവി ലഭിച്ചു. തിരുവിതാംകൂറിന്റെ മാഗ്നക്കട്ട എന്നറിയപ്പെടുന്ന പണ്ടാരപ്പട്ട വിളംബരം 1865 പുറപ്പെടുവിച്ചത് ആയില്യം തിരുനാളിന്റെ കാലത്താണ്. ഇതുവഴി കുടിയാന് സർക്കാർ പാട്ടവസ്തുക്കളുടെ മേൽ അവകാശം സ്ഥിരപ്പെടുത്തി കൊടുത്തു. സർക്കാർ ജീവനക്കാർക്ക് വാക്സിനേഷൻ ഏർപ്പെടുത്തിയ തിരുവിതാംകൂർ രാജാവും ആയില്യം തിരുനാളാണ്. വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും മഹാരാജ എന്ന പദവി നേടിയ തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ. മഹാരാജ എന്ന പദവി ലഭിച്ച വർഷം 1866. 1867 ജന്മി കുടിയാൻ വിളംബരം അഥവാ കാണാപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചതും ഇദ്ദേഹത്തിന്റെ കാലത്താണ്. സന്ദിഷ്ടവാദി പത്രം കണ്ടുകിട്ടിയ തിരുവിതാംകൂർ രാജാവ് ഇദ്ദേഹമായിരുന്നു. തിരുവിതാംകൂറിൽ ആദ്യമായി കണ്ടുകിട്ടിയ പത്രമാണ് സന്ദിഷ്ടവാദി. കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ തടവിലാക്കിയ സമയത്തെ തിരുവിതാംകൂർ രാജാവും ആയില്യം തിരുനാളാണ്. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരം പണികഴിപ്പിച്ചത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. ഇതിന്റെ ശില്പി വില്യം ബാർട്ടനും നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ചത് ദിവാൻ ടി രാമറാവുമായിരുന്നു. സർക്കാർ അഞ്ചൽ ജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. വർഷം 1861. കേരളത്തിലെ ആദ്യ ജനറൽ ആശുപത്രി, മാനസികാരോഗ്യ ആശുപത്രി, പുത്തൻ കച്ചേരി എന്നിവ സ്ഥാപിച്ചത് ആയില്യം തിരുനാളിന്റെ കാലത്താണ്. ആലപ്പുഴയിലെ വിളക്കുമാടം, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, ആർട്സ് കോളേജ്, ലോ കോളേജ് എന്നിവയും സ്ഥാപിച്ചത് ആയില്യം തിരുനാളിന്റെ കാലത്താണ്. പെനലൂർ തൂക്കുപാലം, വർക്കല തുരങ്കം, ശംഖുമുഖം കൊട്ടാരം എന്നിവ പണികഴിപ്പിച്ച സമയത്തെ രാജാവും ഇദ്ദേഹമായിരുന്നു. വർക്കല തുരങ്കം, ശംഖുമുഖം കൊട്ടാരം എന്നിവ പണികഴിപ്പിച്ചത് ആയില്യം തിരുനാളിന്റെ ദിവാനായിരുന്ന ശേഷയ്യ ശാസ്ത്രികളാണ്. തിരുവിതാംകൂറിലെ ആദ്യ ക്രമീകൃത സെൻസസ് നടന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാളാണ്. മലയാള നാടകത്തിന് തുടക്കം കുറിച്ചത് ആയില്യം തിരുനാളിന്റെ ശാകുന്തളം പരിഭാഷയോട് കൂടിയാണ്. കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ അധ്യക്ഷനാക്കി പാഠപുസ്തക കമ്മിറ്റി രൂപീകരിച്ച ഭരണാധികാരി ആയില്യം തിരുനാളാണ്. കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ ഹരിപ്പാട് തടവിലാക്കിയ ഭരണാധികാരിയും ആയില്യം തിരുനാളാണ്.